അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നഹുൽ വാളിഹ് അറബിക് ഗ്രാമറിന്റെ 49-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. അൽ ആലമു ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അൽ ആലമിനെ സംബന്ധിച്ചാണ്, യഥാർത്ഥ നാമത്തെ സംബന്ധിച്ച്. അൽ ആലമു, അൽ ആലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മഅരിഫത്ത്, മഅരിഫയായ നാമമാണ്. സുമ്മിയ ബിഹി ഷഖ്സുൻ ഔ മക്കാനുൻ ഔ ഹയവാനുൻ ഔ അയ്യു ഷൈഇൻ ആഖറ. ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ജീവിയെയോ മറ്റെന്തെങ്കിലും വസ്തുവെയോ നിർണയിക്കുന്ന മഅരിഫയായ നാമത്തിന് അലമ് എന്ന് പറയുന്നു. അൽ ആലമു ഇസ്മുൻ മഅരിഫത്തുൻ, ഒരു മഅരിഫയായ നാമമാണ്. സുമ്മിയ ബിഹി, അതുകൊണ്ട് പേര് വിളിക്കപ്പെടുന്നു. ഷഖ്സുൻ, ഒരു വ്യക്തിയെയോ, ഔ മക്കാനുൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ, ഔ ഹയവാനുൻ, അല്ലെങ്കിൽ ഒരു ജീവിയെയോ, ഔ അയ്യി ഷൈഇൻ ആഖറ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിനെയോ. ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ജീവിയെയോ മറ്റെന്തെങ്കിലും വസ്തുവെയോ നിർണയിക്കുന്ന മഅരിഫയായ നാമത്തിന് അലമ് എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ പേര്, സ്ഥലത്തിന്റെ പേര്, ജീവിയുടെ പേര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെയൊക്കെ നിർണയിക്കുന്ന പേരുകൾക്കാണ്, നാമങ്ങൾക്കാണ് അലമ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 6 ഉദാഹരണങ്ങളുണ്ട്. അലിയുൻ ഫിൽ ഹദീഖത്തി, അലി പൂന്തോട്ടത്തിൽ, അലി തോട്ടത്തിൽ. ഹദീഖത്ത് എന്നാൽ തോട്ടം. അലിയുൻ ഫിൽ ഹദീഖത്തി, അലി. ജറത്ത് ആയിഷത്തു, ആയിഷ ഓടി. തജ്രി സുഫുനു ബൈന മിസ്ര വ ഔറുബ, തജ്രി സുഫുനു ബൈന മിസ്ര വ ഔറുബ. കപ്പൽ ഈജിപ്തിനും യൂറോപ്പിനുമിടയിൽ സഞ്ചരിക്കുന്നു. തസ്തഹിറു ഉസ്വാനു ബിജൗദത്തിൽ ഹവായി, തസ്തഹിറു പ്രശസ്തിയാർജിക്കുന്നു, ഉസ്വാനു, ഉസ്വാനു എന്ന സ്ഥലം, ബിജൗദത്തിൽ ഹവായി ശുദ്ധവായു കൊണ്ട്. 5 ലണ്ടനു അക്ബറു ബിലാദിൻ ഇൻജിലിസി, ബ്രിട്ടീഷ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമാണ് ലണ്ടൻ. സാഫറ ബി ഇല ദിംബ്യാത്ത്, ദിംബ്യാത്തിലേക്ക് എൻ്റെ പിതാവ് പോയി. ഈ വാചകങ്ങളിലെ എല്ലാം അടിവരയിട്ട പദം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അലിയുൻ, അലി, ആയിഷത്തു, ആയിഷ, മിസ്ര, ഈജിപ്റ്റ്, ഔറുബ, യൂറോപ്പ്, അസ്വാനു, ഉസ്വാനു, ഉസ്വാൻ, ലണ്ടനു, ലണ്ടൻ, ദിംബ്യാത്ത്, ദിംബ്യാത്ത്. ഇത് ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെയോ ഒക്കെ പേരുകളാണ്. അലി വ്യക്തിയുടെ പേരാണ്. ആയിഷ, മിസ്ർ, ഔറുബ, അസ്വാനു, ലണ്ടനു, ദിംബ്യാത്ത് ഇവയെല്ലാം സ്ഥലപ്പേരുകളാണ്. ഇത്തരത്തിൽ നാം ഇതിന്റെ പേര് പറയുമ്പോൾ, മിസ്ർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഈജിപ്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു. ഔറുബ യൂറോപ്പ്, ഉസ്വാൻ, ഉസ്വാൻ എന്ന സ്ഥലം, ലണ്ടൻ, ലണ്ടൻ എന്ന സ്ഥലത്തെ നമുക്ക് ഓർമ്മ വരുന്നു. ദിംബ്യാത്ത്, ദിംബ്യാത്ത് എന്ന സ്ഥലം. ഇത്തരത്തിൽ ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ ജീവിയെയോ മറ്റെന്തെങ്കിലും വസ്തുവെയോ നിർണയിക്കുന്ന മഅരിഫയായ നാമത്തിനാണ് അലമ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ പേരുകള്, സ്ഥലപ്പേരുകള്, ജീവികളുടെ പേരുകള്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അഭ്യാസത്തിലുള്ള ആൻസറുകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കുമല്ലോ. വളരെ സിമ്പിളായ കാര്യമാണ്. വ്യക്തിയുടെ പേര്, സ്ഥലപ്പേര്, ജീവികളുടെ പേരുകൾ ഇവയെ സൂചിപ്പിക്കുന്ന മഅരിഫയായ നാമമാണ് അലമ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവ്വം ഷഹീദ് മുഹ്സിൻ, മിൻ ബിലാദ് ഖത്തർ.